അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകൾ, സ്കാം നടന്നോ, എന്തൊക്കെയാണ് സംഭവിക്കുക, നീറ്റ് റീടെസ്റ്റ് നടത്തോ, എല്ലാത്തിനും പരിഹാരമായിരിക്കുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീറ്റ് റീടെസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് കോടതി വിധി എന്ന് പറഞ്ഞ് സ്കാം നടന്നിട്ടില്ല. പക്ഷേ ഗ്രേസ് മാർക്ക് കൊടുത്തത് ഒരു പ്രശ്നമായിട്ട് കോടതി കാണുകയും അതിനെ ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1500-ലധികം കുട്ടികൾക്ക് 2 ഓപ്ഷനാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയിട്ട് ആ ഒരു റിസൾട്ടുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ 23-ാം തീയതി ഇവർക്ക് വേണ്ടി ഈ 1500 സംതിങ് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു റീടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ റീടെസ്റ്റിൽ അവർക്ക് പങ്കെടുക്കാം. അതിനുശേഷം ജൂൺ 30-ന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്കറിയാം ഫുൾ മാർക്ക് നേടിയിട്ടുള്ള ഏകദേശം 64 കുട്ടികളോളം ഉണ്ട്. നീറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതെല്ലാം ഇനി മാറാൻ പോവുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക. പ്രത്യേകിച്ച് വലിയൊരു ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ 1564 കുട്ടികളുടെ മാർക്കുകളിൽ ഇവർക്ക് എത്ര ഗ്രേസ് മാർക്കാണ് NDA അവാർഡ് ചെയ്തിട്ട് നമുക്കറിയില്ല. അതിനനുസരിച്ചിട്ട് ഇമ്പാക്റ്റ് എന്താ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ലഭിച്ചതിലും മെച്ചപ്പെട്ട റാങ്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.